പോകാൻ നിൽക്കും. പക്ഷേ എവിടെയെങ്കിലും അവർക്ക് ഒരു എന്തെങ്കിലും കാര്യത്തിലൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം അവിടെ പറയണം എന്നുള്ള സ്പേസ് വരുമ്പോൾ അവരവിടെ എന്ത് ചെയ്യും, സ്ട്രോങ് ആയിട്ട് അവർ അഭിപ്രായം പറഞ്ഞിട്ട് പോകും അല്ലേ. അങ്ങനത്തെ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് സ്റ്റൈലാണ് എന്ത് പറയുന്നത്, പാസീവ് ഓർ അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ ലാസ്റ്റ് എന്താണ്, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, it is the most effective style of communication where a person express his feelings, ideas and needs while considering the അതായത് ഇത് രണ്ടും അല്ലാതെ അതാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ. അതിലെന്താണ് അതിൻ്റെ സ്റ്റൈൽ എന്താണ്, ഒരു വ്യക്തി അയാൾക്ക് അയാളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവും, അയാളുടെ ഐഡിയാസ്, ഒപ്പീനിയൻസ്, അയാളുടെ ഇമോഷൻസ്, അയാളുടെ ആവശ്യങ്ങൾ, അതൊക്കെ വളരെ കൃത്യമായി, അത് അഗ്രസീവ് പറയണമെന്നില്ല ഒന്നുമില്ല, വളരെ ഓപ്പോസിറ്റുള്ള ആൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ, അതിനെയാണെന്ന് പറയുന്നത് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അഗ്രസീവ്, പാസീവ് ഓർ അഗ്രസീവ് രണ്ടും കൂടി ഉള്ളത്. ദെൻ അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ, 4 സ്റ്റൈലാണുള്ളത്. ദെൻ എന്താണ് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറഞ്ഞൊരു ഇത്. എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആർ സിംബോളിക് ഇൻ നേച്ചർ. Ideas are converted into symbols and transmitted. Encoding is the process by the sender creates the message through അതിപ്പോൾ സിമ്പിളായിട്ട് പറയാൻ വെച്ചാൽ എൻകോഡിങ് ഡീകോഡിങ് ഇതൊരു കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു ടേമാണ്. അതായത് സെൻഡർ ഒരു മെസ്സേജ് റിസീവർക്ക് അയക്കുകയാണെന്ന് വിചാരിക്കുക, അവിടെ എന്ത് പ്രോസസ്സ് ആയിരിക്കും നടക്കുന്നത്. ഇപ്പോൾ സെൻഡർ ഒരാൾക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അവിടെ എൻകോഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് ഇയാളുടെ മെസ്സേജ് സിസ്റ്റത്തിൽ ഏത് മീഡിയ വഴിയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൽ അയാളുടെ മെസ്സേജ് ചെയ്യും എന്താവും, എൻകോഡിംഗ് ആണ് നടക്കുക, എൻകോഡിംഗ് നടക്കും. എൻകോഡിംഗ് നടന്നിട്ട് അത് റിസീവർക്ക് എത്തും അല്ലേ. റിസീവർക്ക് ഈ എൻകോഡിംഗ് ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ നടക്കുക, ഡീകോഡിങ് അല്ലേ. ഈ എൻകോഡിങ് ചെയ്ത മെസ്സേജിനെ അയാളുടെ ഇതിലേക്ക് ഡീകോഡിങ് ചെയ്തിട്ടായിരിക്കും ആ മെസ്സേജിനെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ എൻകോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ എൻകോഡിങ് ആരുടെ അടുത്തുനിന്നായിരിക്കും നടക്കുക, സെൻഡർ എടുത്തുനിന്നായിരിക്കും. ഡീകോഡിങ് എവിടെയാണ് നടക്കുക, റിസീവർ എടുത്തുനിന്നായിരിക്കും അല്ലേ. അപ്പം മെസ്സേജിനെ സെൻഡ് ചെയ്യുമ്പോൾ എൻകോഡിങ് പ്രോസസ്സ് നടക്കുന്നു, അത് അവിടുന്ന് കൺവേർട്ട് ചെയ്ത് റിസീവർക്ക് എത്തുമ്പോൾ എന്താവുന്നു, ഡീകോഡിങ് ആവുന്നു. അതാണ് ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സും മെത്തേഡും സ്റ്റൈൽസും നോക്കി. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിലെന്താണ് വരുന്നത്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, മൂന്ന് രീതിയിലാണ്. അതായത് ഫസ്റ്റ് വൺ എന്താണ്, ബേസ്ഡ് ഓൺ ചാനലിൻ്റെ ബേസിൽ. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, ബേസ്ഡ് ഓൺ സ്റ്റൈൽ. ഓക്കെ, ബേസ്ഡ് ഓൺ സ്റ്റൈൽ, ചാനൽ ബേസിൽ, സ്റ്റൈലിൻ്റെ ബേസിൽ. ദെൻ എന്താണ്, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, എത്ര ആൾക്കാർ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് പറയുന്നത്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ചാനൽ, ബേസ്ഡ് ഓൺ സ്റ്റൈൽ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്. ബേസ്ഡ് ഓൺ ചാനലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ബേസ്ഡ് ഓൺ ചാനലിൻ്റെ ബേസിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് നേരത്തെ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ. ചാനലിൻ്റെ ബേസിൽ എങ്ങനെയാണ്, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ. വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഓറലോ റിട്ടൺ ആയിരിക്കും. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റേഴ്സ്, ജെസ്റ്റേഴ്സ്, സിംബൽസ്, സൈൻസ് വഴിയായിരിക്കും. ഓക്കെ, ഇതിനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്താണ്, ബേസ്ഡ് ഓൺ സ്റ്റൈലിൻ്റെ ബേസിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യാം. സ്റ്റൈലിൻ്റെ ബേസിൽ കമ്മ്യൂണിക്കേഷനെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നും രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട്, ഫോർമൽ ഉണ്ടാവും, ഇൻഫോർമൽ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞതാണ്, ഓഫീസ് അല്ലേ, ഓഫീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ സുപ്പീരിയർ, സബോർഡിനേറ്റ്സ്, എംപ്ലോയീസും മാനേജേഴ്സും ഒക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ പറയുന്നത്, ഫോർമൽ അല്ലേ. അതൊരു ഫോർമൽ പ്രൊസീജിയർ ആയിട്ടുള്ളതായിരിക്കും. അവിടെ എന്തായിരിക്കും, അവരെ ആ ഒരു ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അവരെ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഡിസ്കസിങ് നടക്കുക.
അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മേജറായിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ടോപ്പിക് അതായിരിക്കും. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. ഫോർമാലിറ്റി നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, ഫാമിലീസിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, കസിൻസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഫോർമലായിട്ടാണോ സംസാരിക്കുക? അല്ല, നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് എങ്ങനെയാണോ അതിനാണ് എന്ത് പറയുന്നത് കാഷ്വൽ ടോക്സിനെയാണ് എന്ത് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിൻ്റെ ബേസിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമത്തത് എന്താണ്? ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ്, എത്ര പാർട്ടിസിപ്പൻസ് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഒരു 5 ആയിട്ട് നമുക്ക് ഇതിൻ്റെ ബേസിൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിൻ്റെ ബേസിൽ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്സ് പ്ലേസ് വിത്തിൻ oneself. Only one person is involved in this type of communication. A person remembering something and experiencing emotions is a good example of intrapersonal communication. അതായത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒറ്റ വ്യക്തി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിപ്പം നമ്മൾ സ്വന്തമായിട്ട് എടുക്കുക, നമ്മളോട് തന്നെ സംസാരിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് എന്താ പറയുക സെൽഫ് മോട്ടീവിന് വേണ്ടിയിട്ട്, സെൽഫ് ഇവോൾവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ മിറർ നോക്കി സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മളോട് തന്നെ സംസാരിക്കുക, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ് എന്ത് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ എപ്പോഴും ഒരു വ്യക്തി ഉണ്ടായിരിക്കുള്ളൂ, അതായിരിക്കും നമ്മൾ ഇറ്റ്സെൽഫ് തന്നെയായിരിക്കും അല്ലേ. അപ്പം നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്ത് പറയുന്നത് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. സെക്കൻഡ് വൺ എന്താണ്? ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ 2 പേഴ്സൺസ്. ഇൻട്രാ പേഴ്സണിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 2 വ്യക്തികൾ ഉണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇതിലെന്താ സംഭവിക്കുന്നത്? ദ പൊസിഷൻ ഓഫ് ദ സോഴ്സ് ആൻഡ് ദ റിസീവർ ആർ ഇന്റർചേഞ്ച്ഡ് ഡ്യൂ ടു ഡൈനാമിക് നേച്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫീഡ്ബാക്സ് become messages upon which further communication is built. It can be uni-intentional or unpremeditated. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2 വ്യക്തികൾ ഉണ്ടാവും. 2 വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും എവിടെ വരുന്നത് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? അവിടെ ഫീഡ്ബാക്കിനൊന്നും പ്രസക്തി ഉണ്ടാവില്ല. അവരവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മാത്രമേ ഉണ്ടാവൂ അല്ലേ. 2 ആൾക്കാർ തമ്മിൽ അവരവരുടെ ഒപ്പീനിയൻസോ അഭിപ്രായങ്ങളോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചില നമ്മളിപ്പോൾ വളരെ കാഷ്വലായിട്ട് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാതെ ബൈ ചാൻസിൽ ഒരാൾ വ്യക്തിയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെ നമ്മൾ ജസ്റ്റ് അവിടെ എന്തൊക്കെ കാണുന്നോ അല്ലെങ്കിൽ അതിലൊരു യാത്രയെ കുറിച്ച് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും അല്ലേ. അതിൽ നമ്മളെ അഭിപ്രായം അയാൾക്ക് അടിച്ചേൽപ്പിക്കാനോ അയാളുടെ ഫീഡ്ബാക്ക് അറിയാനോ ഒന്നും നമ്മൾ നിൽക്കില്ല. അത് ജസ്റ്റ് കാഷ്വൽ നോർമൽ ടോക്കായിട്ട് ഒരു 2-വേ കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതാണ് എന്താ പറയുന്നത് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരിക്കലും എന്താണ് ഒരു സ്പീച്ചോ ഒരു ജെസ്റ്ററോ അല്ല ഒരു വലിയൊരു സ്പീച്ചിനുള്ള സ്പേസോ അല്ലെങ്കിൽ അയാളുടെ ഒരു ജെസ്റ്റർ അതിനെ ബാധിക്കുകയോ ആ വ്യക്തി എന്തായാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല അല്ലേ. നമുക്ക് അയാളുടെ ഒരു ബിഹേവിയറോ അയാളുടെ ജെസ്റ്ററോ മീൻസ് ഒരു കമ്മ്യൂണിക്കേറ്റ് ഒരു എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള ഒരാളൊക്കെയാണ് നമ്മൾ അത്ര നേരം സംസാരിക്കില്ല. അതല്ലാതെ നോർമലായിട്ട് ഇരിക്കുന്ന ഒരാളൊക്കെയാണെങ്കിൽ അയാളുടെ എന്ത് ഇമോഷൻ ആയാലും എന്ത് ഇതാണ് നമ്മൾക്കത് ബാധിക്കില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു ജേർണി കഴിയുന്നവരെ സംസാരിക്കുന്നു ഇറങ്ങുന്നു പോകുന്നു അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത് പറയുന്നത് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. തേർഡ് വൺ എന്താണ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. അതിൽ എങ്ങനെയായിരിക്കും പേര് പോലെ തന്നെ സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് എന്തായാലും 2 വ്യക്തികൾ കൂടുതൽ ആൾക്കാരുണ്ടാവും അല്ലേ. മോർ ദാൻ 2 പേഴ്സൺസ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ ഗ്രൂപ്പ് മീറ്റിംഗ് അല്ലേ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ വൺ അല്ലേ. അതിലൊരു എക്സാമ്പിളാണ് ഗ്രൂപ്പ് മീറ്റിംഗ്സ്. ഓഫീസുകളിലെ ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഒരു കുറച്ച് ലിമിറ്റഡ് ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും. ഒരു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഗ്രൂപ്പ് മീറ്റിംഗ്സ് സ്മോൾ ഗ്രൂപ്പ് മീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഒരു സ്പെസിഫിക് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. അതിനെ പറ്റിയിട്ടായിരിക്കും അവിടെ നിന്ന് നടക്കുക ഡിസ്കഷൻ നടക്കുന്നുണ്ടാവുക. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഓഫീസിലുള്ള മീറ്റിംഗ്സ് ഒക്കെ കാണാറില്ലേ, അതിനാണ് ഇത് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഫോർത്ത് പോയിന്റ് എന്താണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is one in which message from a single source will be received by many people and audience. A public speech is an example of its communication. അതായത് ഒരു പബ്ലിക് സ്പീച്ചസ് എടുക്കുക, അതിനെയാണ് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ.
അതായത് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സോഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കും, അത് എത്തുന്ന ഒരു പെർട്ടിക്കുലർ